ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ കേസ് ഒരു 1/2 കിലോ ചിക്കൻ മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വയ്ക്കാം. ഇനി അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 70-75% നമുക്ക് വേവിച്ചെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി വെച്ച് ചൂടാകുമ്പോൾ ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. മസാലയ്ക്ക് വേണ്ടി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കൂടെ കറിവേപ്പില ഇടാം. അതൊന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് അതിൽ ഒണിയൻ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അപ്പോൾ നമ്മൾ വേകാൻ വെച്ച ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കത് മൂടി വയ്ക്കുക, മസാല റെഡി ആവുന്നവരെ. അപ്പോൾ സവോള ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് തക്കാളി ഇട്ട് അതും വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് ചിക്കൻ മസാല ഇടാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അത് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി, വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം. നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൽ ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ വറുത്തെടുത്താലും മതിയാവും. അപ്പോൾ എണ്ണ കുറയ്ക്കാം, വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ എണ്ണ കുറയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മസാല പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല എല്ലാ ചിക്കൻ പീസിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കാം. അപ്പോൾ എല്ലാ ചിക്കൻ പീസിലും മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കതിലെ വെള്ളം ഒരു പകുതി വെള്ളം ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം.
ഇനി നമുക്കത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് മല്ലിയില വിതറാം. വിതറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ച് വീണ്ടും ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.